വലിയൊരു ബിസിനസ് പേഴ്സൺ ആണ്. പിന്നെ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു? എനിക്ക് സാമ്പത്തികമായിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യും. അതാണ് ഇപ്പൊ യാഥാർത്ഥ്യമാക്കുന്നത്. അതാണ് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് സത്യമാവുന്നത്. തീർച്ചയായും. പൈസ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ബോംബെയിൽ നല്ല ബിസിനസ് ചെയ്യുന്ന സമയത്താണ് എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇന്നാണെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന മാതിരി രവിപിള്ളയും യൂസുഫലി എന്നൊക്കെ പറയുന്ന അതിൽ നിന്നും ബെറ്ററായിട്ടൊക്കെ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല വികസന സ്റ്റേറ്റായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിലേറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം നെയ്യാറ്റിൻകരയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നെയ്യാറ്റിൻകരയിൽ ഇതിനു മുന്നേ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായ വോട്ട് ഷെയറിൽ ഉണ്ടായ ഒരു വലിയ വർധനവുണ്ട്. ഇപ്രാവശ്യം നമ്മൾ തുടങ്ങിയത് നല്ല വിജയം മാത്രമേ ഉള്ളൂ. ബോംബെയിൽ നിന്ന് പോകുമ്പോൾ ടാക്സി എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെങ്കലാണ് താമസിച്ചത്. വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അച്ഛൻ ആദ്യം വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനെയാണ് വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത്. അപ്പം അമ്മ കേൾക്കും, മോൻ ഇത്രയും വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അവന് കൊടുക്കാതെ നിങ്ങൾ ഈ വന്ന ഡ്രൈവറിന് എന്തിനാണ്? അപ്പം അച്ഛൻ പറയുന്നതാണ്, അവനാണ് സേഫായിട്ട് എൻ്റെ മോനെ അവിടെ കൊണ്ട് എത്തിച്ചത്. ഉത്തരവാദിത്വം BJP ശത്രുവായിട്ടാണ് കാണിച്ചിരുന്നത്. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, BJP ഹിന്ദു, ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ളതാണ് പറഞ്ഞത്. ഇപ്പം അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. രാഷ്ട്രീയ പ്രവർത്തനം അപ്പൊ എവിടുന്നാ തുടങ്ങുന്നേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തത് എമർജൻസിയിലാണ്.